ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റിനെ എങ്ങനെയാണ് C++ എന്ന ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. സിംബോളിക് കോൺസ്റ്റൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് മോഡിഫയർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പഠിക്കുന്നത്. അതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഈ വേർഡാണ്, CONST എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അതായത് ഒരു വേരിയബിളിനെ നമുക്ക് കോൺസ്റ്റൻ്റ് വാല്യൂ ആക്കണം. ആ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ആ വേരിയബിളിൻ്റെ ഇനിഷ്യലായിട്ട് അത് ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലായിട്ട് കൊടുക്കുന്ന ആ വാല്യൂവിനെ തന്നെ അതിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ, വാല്യൂവിൻ്റെ തന്നെ ഫിക്സഡ് ആക്കാനായിട്ട്, കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാണ് കോൺസ്റ്റൻ്റ് മോഡിഫയർ എന്ന് പറയുന്ന സംഭവം. ഇവിടെ നോക്കുക, ഞാനിവിടെ ഇൻറ്റ് b = 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. b എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്നത് 10 എന്ന് നമ്മളിവിടെ കൊടുക്കുന്നു. ഈ 10 എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ അടുത്ത ലൈനിൽ b = 20 എന്ന് കൊടുക്കുകയാണെങ്കിൽ ബിയുടെ വാല്യൂ 20 ആവും. അപ്പോൾ ഈസി ആയിട്ട് ആ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റാൻ സാധിക്കാതെ ഈ ബിയുടെ വാല്യൂ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത്രയും, അതായത് ഈ ഫുൾ പ്രോഗ്രാമിൽ ഈ ബിയുടെ വാല്യൂ 10 തന്നെ ആയിരിക്കണം. അത് തന്നെ ഒരു ഫിക്സഡ് ആയിട്ട് 10 എന്ന വാല്യൂ തന്നെ ആയിരിക്കണമെന്ന് കരുതുക. അതായത് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിളിനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതിനു വേണ്ടിയാണ് ഈ CONST എന്ന് പറയുന്ന ഈ കീവേഡ് ഉപയോഗിക്കുന്നത്. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് മുന്നിലായിട്ട് ഈ CONST എന്ന് പറയുന്ന ആ വേർഡും കൂടി അങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം b എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 10 ആണ്. അത് കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, ഈ പ്രോഗ്രാം ഫുൾ പ്രോഗ്രാമിൽ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ b എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴും 10 തന്നെയായിരിക്കും. അതിന് നമുക്ക് വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കാതെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആക്കണമെങ്കിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് CONST എന്ന് പറയുന്ന ഈ കീവേഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുന്നിലായിട്ട് ആദ്യത്തെ വേർഡായിട്ട് കൊടുക്കണം, മെൻഷൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ 2-3 എക്സാമ്പിൾസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ num1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 0.65 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ ഫിക്സഡ് ആയിരിക്കണം, അത് കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ ആയിരിക്കണമെങ്കിൽ കോൺസ്റ്റ് എന്ന് പറയുന്ന ആ കീവേഡ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ num1 എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ ഈ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാനേ സാധിക്കത്തില്ല. വേറെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് ഈ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ കോൺസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് ഇവിടെ നമ്മൾ സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സിംബോളിക് കോൺസ്റ്റൻസിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാതെ വേരിയബിളിനെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാരക്ടറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ ക്യാരക്ടർ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേരിയബിൾസിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് കോൺസ്റ്റ്. സംഭവം എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുന്നിൽ ആദ്യത്തെ വേർഡായിട്ട് ഈ വേർഡ് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്ന ജോലി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഏരിയ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ആ പ്രോഗ്രാം, അതിൽ നമ്മൾ ഈ PI എന്ന് പറയുന്ന അത് 3.14 പകരം PI എന്ന കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ കൊടുത്തത്. ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നൊന്നുമില്ല. പകരം PI എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ PI എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് 3.14159 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വാല്യൂവിനെ അങ്ങ് കോൺസ്റ്റൻ്റ് ആക്കി, ആ വേരിയബിളിനെ അങ്ങ് കോൺസ്റ്റൻ്റ് ആക്കി. ഇനി ഈ PI എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂവിന് ഒരു ചേഞ്ചും വരത്തില്ല. വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ PI എന്ന് പറയുന്ന ആ വേരിയബിൾ തന്നെ നമ്മളിവിടെ ഇക്വേഷനിലോട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് മാറിക്കോളും. ഇനി എങ്ങാനും ഇതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പോർഷനിൽ വന്ന് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ടേം, അതായത് ഈ വേരിയബിൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അവിടെയെല്ലാം അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിളിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട്
മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ ആ വാല്യൂവിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ CONST എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് മോഡിഫയർ. ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത് എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. നേരത്തെ മുന്നേറ്റത്തെ സ്ലൈഡിൽ കാണിച്ച സെയിം പ്രോഗ്രാം തന്നെയാണിത്. ഇവിടെ PI എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ. എന്നിട്ട് അതിനെ കോൺസ്റ്റൻ്റ് ആക്കി. എന്നിട്ട് നമ്മളിവിടെ ഒരു ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഒരു PI = 5 എന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. സാധാരണ കേസിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PI = 5 എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം 5 എന്ന് പറയുന്ന ആ വാല്യൂ, ആ ഇൻറ്റീജർ വാല്യൂ PI എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ PI എന്ന് പറയുന്ന വേരിയബിളിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. CONST മോഡിഫയർ ഉപയോഗിച്ച് ആ വാല്യൂവിനെ അങ്ങ് ഫിക്സ് ആക്കി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എറർ കാണിക്കും. ആ പ്രോഗ്രാം റൺ ആവത്തേയില്ല, കമ്പൈൽ എറർ തന്നെ കാണിക്കും. കാരണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളിവിടെ ആ വാല്യൂവിനെ PI എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വരികയാണെങ്കിൽ ഈ പ്രോഗ്രാം കമ്പൈൽ എറർ കാണിക്കും. അതുകൊണ്ട് തന്നെ റൺ ചെയ്യാൻ സാധിക്കത്തില്ല. കമ്പൈലേഷൻ എറർ ഉള്ളതുകൊണ്ട് റൺ ചെയ്യാൻ തന്നെ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ എറർ കാണിക്കും. അപ്പോൾ ഇതാണ് ഈ കോൺസ്റ്റൻ്റ് മോഡിഫയർ എന്ന് പറയുന്ന സംഭവം. ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ സിംബോളിക് കോൺസ്റ്റൻ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും, അതായത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ കോൺസ്റ്റൻ്റ് ആക്കി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെറിയൊരു പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.